കോഴിക്കോട് വെള്ളയിൽ അവിടെ ഉണ്ടായ മരണത്തിൽ ദുരൂഹത എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. പോലീസ് നാളെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കും. വെള്ളയിൽ ശാന്തിനഗറിൽ ആസിമിന്റെ മൃതദേഹമാണ് പുറത്തെടുത്ത് പരിശോധിക്കുന്നത്. ആസിം മരിച്ചത് മർദ്ദനത്തെ തുടർന്നാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം വിശദാംശങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ പുതിയ വിവരങ്ങൾ എന്താണ്? ഈ മർദ്ദനത്തെ തുടർന്നാണ് ഈ ആസിം എന്നയാൾ മരിച്ചത് എന്ന വിവരം പോലീസിന് നൽകിയത് ആരാണ്? എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് നേരിട്ടാണ് ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുത്തുകൊണ്ട് കേസിൻ്റെ അന്വേഷണം മാറ്റിയിരിക്കുന്നത്. അതായത് നേരത്തെ അസ്വാഭാവികമായ മരണത്തിന് മാത്രമായിരുന്നു കേസ്. അതായത് ഒരാൾ അസുഖത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു, ആ മെഡിക്കൽ കോളേജിൽ മരണം സംഭവിക്കുന്നു, അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അതിന് ശേഷം ഇപ്പോൾ ഈ മരണത്തിന് കാരണം ഒരു മർദ്ദനം നടന്നിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്, മർദ്ദനമേറ്റ ഇൻറ്റേർണൽ ഇഞ്ചുറിയെ തുടർന്നാണ് ഈ മരണമുണ്ടായത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. പോലീസിന് ആ വിവരം ലഭിച്ചതിന് ശേഷം വെള്ളയിൽ പോലീസ് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. അതായത് മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം ഈ തോപ്പയിൽ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ മൃതദേഹം ഞായറാഴ്ച സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. ആ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ BNSലെ 196(2) പ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള കേസന്വേഷണ നടപടിയുടെ ഭാഗമായി ഇന്ന് രാത്രിയോടുകൂടി തന്നെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ SDMന്റെ ഉത്തരവോടുകൂടി നാളെ മൃതദേഹം പുറത്തെടുക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. നാളെ തോപ്പയിൽ ഖബർസ്ഥാനിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കും. അതിനുശേഷമുള്ള രാസപരിശോധന, ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ കേസിൻ്റെ മറ്റു ഗതികളിലേക്ക് കിടക്കുക. സ്വാഭാവികമായും മർദ്ദിച്ചത് ആരാണ്, അത് ആൾക്കൂട്ട മർദ്ദനമാണോ, മറ്റുള്ളതെല്ലാം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് പറയുന്നത് ഇത് മർദ്ദനത്തെ തുടർന്നുള്ള, അതായത് ഒരു കൊലപാതക സ്വഭാവമുള്ള ഒരു മരണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്വമേധയാ ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ഈ ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.